ഹായ് ഓൾ. നമ്മൾ മാൾട്ടയിൽ പോകുന്നതിന് വേണ്ടി പ്രീ ഡിപ്പാർച്ചർ മാൻഡേറ്ററി ആണെന്ന് പറഞ്ഞു. അതിന്റെ ഫസ്റ്റ് ഫേസ് മൊഡ്യൂൾ 1 നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി നമ്മൾ പോകുന്ന മൊഡ്യൂൾ 2 എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫേസ് 1 മൊഡ്യൂൾ 2 ലീഗൽ ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് എസെൻഷ്യൽസ് എന്ന് വെച്ചാൽ ഇതിൽ ടോട്ടൽ നമ്മുടെ മാൾട്ടയിലെ ലീഗൽ സൈഡ് ആണ് പറയുന്നത്. മാൾട്ടയിലുള്ളവരും മാൾട്ടയിൽ പോകാനിരിക്കുന്നവരുമായിട്ടുള്ള വ്യക്തികൾ ഇതിനെക്കുറിച്ച് കൂടുതലായിട്ടൊരു ഇൻഫർമേഷൻസിന് വേണ്ടിയാണ് നമ്മളിത് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ പ്രീ ഡിപ്പാർച്ചറിന്റെ സെക്കൻഡ് മൊഡ്യൂളിന്റെ വീഡിയോ നമുക്ക് കാണാം. ഹലോ ആൻഡ് വെൽക്കം. നമ്മൾ കഴിഞ്ഞ മോഡ്യൂളിൽ ചെയ്തതെന്ന് പറയുന്ന ഇൻട്രൊഡക്ഷൻ ടു മാൾട്ടയാണ്. അതിനകത്ത് നമുക്കൊരു ഓവർവ്യൂ കിട്ടി, മാൾട്ടേനെ പറ്റി ഒരു പിക്ചർ കിട്ടി. ഇനി നെക്സ്റ്റ് മോഡ്യൂൾ എന്ന് പറയുന്നത് ലീഗൽ ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് എസെൻഷ്യൽസ് ആണ്. ഈ മോഡ്യൂള് ഒരു ലീഗൽ സ്റ്റെപ്സ് നമ്മൾ മാൾട്ടയിൽ വർക്ക് ചെയ്യുമ്പം എന്തൊക്കെ ലീഗലായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ അറിയണം എന്നുള്ളതിനെ പറ്റിയുള്ളൊരു ഡിസ്ക്രിപ്ഷനാണ്. ഇതിനകത്ത് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് വിസ, വർക്ക് ആൻഡ് റെസിഡൻസി, പെർമിറ്റ്സ് ആൻഡ് റൈറ്റ്സ് അണ്ടർ ദ മാൾട്ടീസ് ലോ അഗെയിൻസ്റ്റ് ഡിസ്ക്രിമിനേഷൻ ആണ്. സോ നമ്മൾ തുടങ്ങുന്നതെന്ന് പറയുന്നത് നമ്മളൊരു യൂറോപ്യൻ യൂണിയനിൽ അല്ലാതെ ഒരു നോൺ യൂറോപ്യൻ നാഷണലാണ്. അപ്പം നമ്മൾ അവിടെ ചെല്ലുമ്പം, മാൾട്ടയിൽ ചെല്ലുമ്പോൾ നമുക്കൊരു വിസ വേണം. ആ വിസ നമ്മൾ ട്രാവൽ ചെയ്യാനായിട്ട് നമുക്ക് വിസ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം മാൾട്ടീസ് എംബസി അല്ലെ കോൺസുലേറ്റ് ആണ് നമ്മളെ ഗൈഡ് ചെയ്യുന്നത്. സോ വെൻ യു ഗെറ്റ് എൻ ഓഫർ ലെറ്റർ, എംപ്ലോയർ നമുക്ക് വർക്ക് പെർമിറ്റിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യും. സോ ദിസ് ഇസ് കോൾഡ് ദി സിംഗിൾ പെർമിറ്റ് വിസ, വർക്ക് വിസ. നമ്മളവിടെ താമസിക്കാനും വർക്ക് ചെയ്യാനും നമ്മളിത് ഇമ്പോർട്ടൻ്റ് ആണ്. നൗ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് വേണം നമ്മുടെ കയ്യിൽ. എസ്പെഷ്യലി valid passport, job contract, proof of accommodation and health insurance. അന്നേരം നമുക്ക് റെസിഡൻസ് പെർമിറ്റ് നമുക്ക് അപ്ലൈ ചെയ്യേണ്ടതായിട്ടുണ്ട്. സോ വെൻ യു സ്റ്റേ ഇൻ മാൾട്ട, യു സബ്മിറ്റ് യുവർ ആപ്ലിക്കേഷൻ ടു ഐഡൻറ്റിറ്റർ. സോ വെൻ യു കീപ് യുവർ ഡോക്യുമെൻറ്റ്സ് സേഫ് ആൻഡ് റിന്യൂ ദെം ബിഫോർ ദെയർ എക്സ്പയർ. ഇതിൽ വെൻ യു കം ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് മാൾട്ടയിൽ ആർട്ടിക്കിൾ 45 പറയുന്നത് no one can discriminate against you because of your race, place of origin, political opinion, color, religion or sex. Equality for Men and Women Act chapter 456 says men and women should be treated equally, especially at work. അങ്ങനെ പല ആക്ട്സ് ഉണ്ട് ഇതിനകത്ത്. സോ ഓരോ ആക്ടുകളും ഇത് ഓരോന്നും സ്റ്റേറ്റ് ചെയ്യുന്നത്, ലോ സ്റ്റേറ്റ് ചെയ്യുന്നതാണ്. ദ എംപ്ലോയ്മെൻറ്റ് ആൻഡ് ഇൻഡസ്ട്രിയൽ റിലേഷൻസ് ആക്ട് ചാപ്റ്റർ 452 പറയുന്നത് യു കനോട്ട് ബി ട്രീറ്റഡ് അൺഫെയർലി ഇൻ ഹയറിംഗ്, പ്രൊമോഷൻ, വർക്കിംഗ് കണ്ടീഷൻസ് ഓർ ഇഫ് യുവർ ജോബ് എൻഡ്സ് ബിക്കോസ് ഓഫ് യുവർ റേസ് ഓർ ethnicity. The criminal code makes it a crime to promote racial hatred or to act violently because of race or nationality. ഇത് ശരിക്കും ഡിനോട്ട് ചെയ്യുന്ന ഡിസ്ക്രിമിനേഷൻ ആണ്. അപ്പം ഇങ്ങനെയുള്ള ലോസ് ഉണ്ട്, നമ്മൾ വയലേറ്റ് ചെയ്യാതെ നോക്കേണ്ട കാര്യങ്ങളാണ്. ഒരു ക്രൈം ഇൻവോൾവ് ആണെങ്കിൽ ഇത് പണിഷ്മെൻറ്റ് വളരെ സീരിയസ് ആണ്. ആർട്ടിക്കിൾ 83B പറയുന്നത് the equal treatment of persons order covers employment, education, housing and social protection. The National Commission for the Promotion or Equality, NCPE, makes sure എല്ലാ റൂൾസും ഫോളോ ചെയ്യും എന്നുള്ള ഷുവറിറ്റിയാണ് ഈ ഒരു പെർട്ടിക്കുലർ കമ്മീഷൻ ചെയ്യുന്നത്. പിന്നെ നമ്മൾ ചെയ്യേണ്ട വേറൊരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഡോക്യുമെൻസിൻ്റെ എല്ലാത്തിൻ്റെയും കോപ്പീസ് നമ്മുടെ കയ്യിൽ വെക്കേണ്ടതാണ്. അപ്ലൈ ഏർലി ഫോർ റിന്യൂവൽ ടു അവോയ്ഡ് പ്രോബ്ലംസ്. എന്തെങ്കിലും നമ്മൾ റിന്യൂവൽ വേണ്ടിയതുണ്ടെങ്കിൽ അത് നേരത്തെ നമ്മൾ ചെയ്ത് വെക്കേണ്ട കാര്യങ്ങൾ. പിന്നെ നമ്മൾ റൈറ്റ് ടു വർക്ക് ഇൻ സേഫ് ആൻഡ് ഫെയർ കണ്ടീഷൻസ്. നോ വൺ കെൻ ട്രീറ്റ് യു അൺഫെയർലി ബിക്കോസ് ഓഫ് യുവർ റേസ്, റിലീജിയൻ, ജെൻഡർ ഓർ നാഷണാലിറ്റി. ആർക്കും നമ്മളെ നമ്മുടെ നാഷണാലിറ്റി ഡിസ്ക്രിമിനേഷൻ ചെയ്യാൻ പറ്റത്തില്ല. അതിനൊക്കെ ഓരോ ലോസ് ഉണ്ട്. ഇനി ഇൻ കേസ് നമ്മൾ ഡിസ്ക്രിമിനേഷൻ ഫേസ് ചെയ്താൽ നമ്മൾ എംപ്ലോയറുമായിട്ട് സംസാരിക്കണം, ട്രേഡ് യൂണിയനിൽ പറയണം. ദ നാഷണൽ കമ്മീഷൻ ഫോർ പ്രൊമോഷൻ ഓഫ് ഈക്വാളിറ്റി NCPE അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഇൻഡസ്ട്രിയൽ ആൻഡ് എംപ്ലോയ്മെൻറ്റ് റിലേഷൻസ്
DIER എന്നുള്ള ഓർഗനൈസേഷൻസിൽ അത് പറയേണ്ടതാണ്. അപ്പം നമുക്ക് ഇപ്പം ഈ വിസ, വർക്ക്, റെസിഡൻസി പെർമിറ്റ്, നിങ്ങളുടെ റൈറ്റ്സ് ഇൻ മാൾട്ട ഇതെല്ലാം ഫോളോ ചെയ്ത് ഡോക്യുമെൻറ്റ്സ് സേഫാക്കി വെക്കുക. പിന്നെ ലോ എപ്പോഴും, മാൾട്ടീസ് ലോ എപ്പോഴും നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യും. ഓക്കെ, സോ താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഇനി നമ്മൾ നമ്മൾ ക്വസ്റ്റ്യൻസിലേക്ക് കടക്കുകയാണ്. ക്വസ്റ്റ്യൻസ് നമ്മൾ വരുന്നതെന്ന് പറയുന്നത്, ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ്. 10 എണ്ണം ഉണ്ട്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത്, what do you need before traveling to Malta if you are from outside the EU, that is European Union? ഓപ്ഷൻ കൊടുത്തിരിക്കുന്ന കാർ, വിസ, സ്റ്റുഡൻറ് കാർഡ്. നമുക്ക് വേണ്ടിയത് ഒരു വിസയാണ്, സിംഗിൾ പെർമിറ്റ് വിസ എന്നുള്ള ഒരു വിസ നമുക്ക് വേണ്ടിയതാണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ പറയുന്നത്, who usually applies for your work permit in Malta? വർക്ക് പെർമിറ്റ്, മാൾട്ടയിലേക്കുള്ള വർക്ക് പെർമിറ്റിന് ആർക്കാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്, ആർക്കാണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. യുവർ ഫ്രണ്ട്, യുവർ എംപ്ലോയർ, യുവർ ഫാമിലി. അപ്പം നമ്മുടെ എംപ്ലോയർ ആണ് നമുക്ക് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യുന്നത്. തേർഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, വാട്ട് ഈസ് എ വർക്ക് പെർമിറ്റ് ഓൾസോ കോൾഡ്? വർക്ക് പെർമിറ്റിനെ എന്ത് പേരിലാണ് പറയുന്നത്? ട്രാവൽ പെർമിറ്റ്, സിംഗിൾ പെർമിറ്റ്, ഹോളിഡേ പെർമിറ്റ്. നമ്മൾ ഒരു സിംഗിൾ പെർമിറ്റ് വിസയ്ക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ 4 വരുന്നത്, വിച്ച് ഡോക്യുമെന്റ് ഇസ് നോട്ട് റിക്വയർഡ് ഫോർ യുവർ വർക്ക് പെർമിറ്റ്? ഏത് ഡോക്യുമെന്റ് ആണ് വർക്ക് പെർമിറ്റിന് വേണ്ടാത്തത്? പാസ്പോർട്ട്, ജോബ് കോൺട്രാക്ട്, പ്രൂഫ് ഓഫ് അക്കോമഡേഷൻ, ഡ്രൈവിംഗ് ലൈസൻസ്. ഇതിനകത്ത് ബാക്കി എല്ലാം നമുക്ക് വേണ്ടിയതാണ് എക്സെപ്റ്റ് ഫോർ ഡ്രൈവിംഗ് ലൈസൻസ്. അപ്പോൾ ഡ്രൈവിംഗ് ലൈസൻസ് ആണ് നമുക്ക് വേണ്ടാത്തത്. അടുത്ത ക്വസ്റ്റ്യൻ, വേർ ഡു യു അപ്ലൈ ഫോർ എ റെസിഡൻസ് പെർമിറ്റ് ഇൻ മാൾട്ട? നമ്മൾ റെസിഡൻസ് പെർമിറ്റിന് എവിടെയാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത് എന്നുള്ളതാണ്. ഓപ്ഷൻ കൊടുത്തിരിക്കുന്നത് ദി എയർപോർട്ട്, ഐഡൻറ്റിറ്റ, ദി ഹോട്ടൽ. ഐഡൻറ്റിറ്റയിലാണ് നമ്മൾ റെസിഡൻസ് പെർമിറ്റിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, വിച്ച് ലോ സേസ് മെൻ ആൻഡ് വിമൻ മസ്റ്റ് ബി ട്രീറ്റഡ് ഈക്വലി? ഏത് ലോ ആണ് പറയുന്നത് മെൻ ആൻഡ് വിമൻ ഷുഡ് ബി ട്രീറ്റഡ് ഈക്വലി എന്നുള്ളതാണ്. ഓപ്ഷൻ വരുന്നത് ഈക്വാളിറ്റി ഫോർ മെൻ ആൻഡ് വിമൻ ആക്ട്, ട്രാഫിക് ലോ, സ്കൂൾ ആക്ട്. ഇതിനകത്ത് ഈക്വാളിറ്റി ഫോർ മെൻ ആൻഡ് വിമൻ ആക്ട് ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇഫ് സമ്മൺ ട്രീറ്റ്സ് യു ബാഡ്ലി ബിക്കോസ് ഓഫ് യുവർ റേസ്, ദിസ് ഇസ് കോൾഡ്, എന്തുവാണ് നമ്മുടെ റേഷ്യൽ ഡിസ്ക്രിമിനേഷൻ എന്ന് നമ്മൾ അതിനെ പറയും. അത് ഏത് ഓപ്ഷനാണ് കറക്റ്റ് എന്ന് പറയുക? എ ഹോളിഡേ, ഡിസ്ക്രിമിനേഷൻ, എ മിസ്റ്റേക്ക്. ഡിസ്ക്രിമിനേഷൻ ആണ് അതിൻ്റെ ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 8th ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഹു ക്യാൻ ഹെൽപ്പ് യു ഇഫ് യു ഫേസ് ഡിസ്ക്രിമിനേഷൻ? NCPE, ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഇൻഡസ്ട്രിയൽ ആൻഡ് എംപ്ലോയ്മെന്റ് റിലേഷൻസ്, യുവർ എംപ്ലോയർ, ഓൾ ഓഫ് ദി അബവ്. ഇത്ര ഓപ്ഷൻ ഉണ്ട്. ആക്ച്വലി ഇവർ എല്ലാവരും ഇതിനകത്ത് നമ്മളെ ഹെൽപ്പ് ചെയ്യാവുന്നതാണ്. സോ ദി ഓപ്ഷൻ ഇസ് ഓൾ ഓഫ് ദി അബവ്. 9th ക്വസ്റ്റ്യൻ, വാട്ട് മസ്റ്റ് യു ഡു വിത്ത് യുവർ പെർമിറ്റ്സ്? നമ്മൾ പെർമിറ്റ്സിനെ എന്ത് ചെയ്യണം? നമ്മുടെ കയ്യിൽ സേഫായിട്ട് വെക്കേണ്ടതല്ലേ? അങ്ങനെയല്ലേ നമ്മൾ അവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പം ഓപ്ഷൻ വന്നിരിക്കുന്നത്, ത്രോ ദം അവേ, കീപ് ദം സേഫ് ആൻഡ് റിന്യൂ ദം, ഷെയർ ദം വിത്ത് സ്ട്രേഞ്ചേഴ്സ്. So the option is keep them safe and renew them. Next question, the 10th question, you can only work in the job written on your permit unless. Options വരുന്നത്, you decide to change, you get permission to change, your friend tells you to. Option, correct option എന്ന് പറയുന്നത്, you get permission to change. നമ്മൾ ഇപ്പം മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ഫിനിഷ് ചെയ്തിരിക്കുകയാണ്. 10 എണ്ണം ഉണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ നെക്സ്റ്റ് എന്ന് പറയുന്നത് ട്രൂ ഓർ ഫാൾസ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഫസ്റ്റ് ട്രൂ ഓർ ഫാൾസ് എന്ന് പറയുന്നത്, യു മസ്റ്റ് അപ്ലൈ ഫോർ എ വിസ ബിഫോർ ട്രാവലിംഗ് ഇഫ് റിക്വയർഡ്. അത് ട്രൂ ആണ്. നമ്മൾ ട്രാവൽ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ഒരു വിസയ്ക്ക് വേണ്ടി അപ്ലൈ ചെയ്യേണ്ടതാണ്. ഇറ്റ്സ് ട്രൂ. സെക്കൻഡ് ക്വസ്റ്റ്യൻ, എ വർക്ക് പെർമിറ്റ് അലൗസ് യു ടു ലിവ് ആൻഡ് വർക്ക് ഇൻ മാൾട്ട. True. Next question, a residency permit is not important after you arrive. It is important.
ഇവിടെ എഴുതിയിരിക്കുന്ന ഇറ്റ് ഈസ് നോട്ട് ഇമ്പോർട്ടൻ്റ് എന്നാണ്. സോ ഇറ്റ് ഈസ് false. Question 4. You must renew your document before they expire. That is true. Fifth question. It is legal for someone to treat you badly because of your race. False. The criminal code punishes hate speech and racist violence. True. Question 7. Men and women must be treated equally at work in Malta. True. You cannot get help if you face discrimination. False. You must keep copies of your important documents. True. You can work any job you want even if it is not on your permit. False. നമ്മളിപ്പം ട്രൂ ഓർ ഫോൾസ് കഴിഞ്ഞിരിക്കുകയാണ്. മൊഡ്യൂൾ 2-ൻ്റെ ലീഗൽ ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് എസെൻഷ്യൽസ് എന്ന് പറഞ്ഞ ടോപ്പിക്കിൻ്റെ ക്വസ്റ്റ്യൻസ് കഴിഞ്ഞിരിക്കുകയാണ്. ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് 80% അബവ് അസസ്മെൻറ്റ് കിട്ടുവാണെങ്കിൽ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിലേക്ക് പോകാവുന്നതാണ്. ഇൻ കേസ് നമുക്ക് 80% ബിലോയാ കിട്ടിയെങ്കിൽ നമുക്ക് റീട്രൈ ചെയ്യാവുന്നതാണ്. സോ വിൽ സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ വിത്ത് ദ നെക്സ്റ്റ് മോഡ്യൂൾ. താങ്ക് യു.